ഹലോ ഫ്രണ്ട്സ്, വണ്ടി ക്രൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നിരിക്കുന്നത് മഹീന്ദ്ര 3XO ആണ്. അതിൻ്റെ തന്നെ AX5 എന്ന 5ാമത്തെ വേരിയൻറ്റിൽ വരുന്ന ഡീസൽ മാനുവൽ വെർഷനാണ് നമ്മൾ ഇന്ന് അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. മഹീന്ദ്രയുടെ ഓരോ പുതിയ വാഹനങ്ങൾ ഇറങ്ങുമ്പോഴും നമ്മളെ ഓരോ പ്രാവശ്യവും ഞെട്ടിച്ചുകൊണ്ടിരിക്കുക. കാരണം ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഒരു ഇൻ്റർനാഷണൽ നിർമ്മാണ നിലവാരത്തോട്ട് വളർന്ന് എന്നുള്ള കാര്യം. നമ്മൾ മറ്റു പല ബ്രാൻഡ്സും കൈകാര്യം ചെയ്യുന്ന അതേ ഫീൽ തന്നെ നമുക്കിപ്പോൾ ഒരു ഇന്ത്യൻ ബ്രാൻഡ് കൈകാര്യം ചെയ്യുമ്പോൾ ഫീൽ ചെയ്യും. ഒരു തരത്തിലുള്ള റാറ്റ്ലിംഗ് സൗണ്ടോ ആ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റിയുടെ പ്രശ്നമോ അല്ലെങ്കിൽ ഒരു തരി പാനൽ ഗ്യാപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മഹീന്ദ്രയും ടാറ്റയൊക്കെ കുറച്ച് കൊണ്ടുവരികയാണ്. മഹീന്ദ്ര അതിലൊരു പടി മേലിലാണെന്നാണ് നമുക്ക് പറയേണ്ടത്. കാരണം നമുക്ക് അങ്ങേയറ്റം ഒരു ബിൽഡ് ക്വാളിറ്റി, ആ ഒരു സോളിഡ് ഫീലും ആ ഒരു നിർമ്മാണ നിലവാരമൊക്കെ തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. അപ്പോൾ ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഇത്രയധികം ഒരു ഇൻ്റർനാഷണൽ സെറ്റപ്പിലോട്ട് വളരുമ്പം ഡീലർമാരും അതുപോലെ തന്നെ വളരണം. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു നല്ല വാഹനം സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു നല്ല ഡീലറേയും കൂടി തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമുക്ക് വാഹനം പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എറണാകുളത്തുള്ള വയലാറ്റ് മോട്ടോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് സംബന്ധിച്ച് ബുക്കിംഗ് സംബന്ധിച്ച് എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് വയലാറ്റ് മോട്ടോഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാന്നുള്ളത്. മരടാണ് അവരുടെ ഷോറൂം വരുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വരെ നിരവധി സർവീസ് സെൻ്ററും ഷോറൂംസും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യാം. നല്ലൊരു ഡീലറായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇനി നമുക്ക് തിരിച്ച് വണ്ടിയിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് അങ്ങേയറ്റം അഗ്രസീവായിട്ടുള്ള ധാരാളം ക്യാരക്ടർ ലൈനും കുറച്ചുകൂടി ബോൾഡാക്കി എടുക്കാനായിട്ട് കമ്പനി ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു 300 എന്നുള്ളൊരു പേര് കമ്പനി മാറ്റാൻ കാരണം SUV 300 എന്നാണ്. 300 ആണെങ്കിലും നമ്മൾ 300 എന്നാണ് എപ്പോഴും പറയുന്നത്. ഇനി അങ്ങനെ പ്രൊണൗൺസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് 3XO എന്നിട്ട്. ഇനിയിപ്പോൾ മര്യാദക്ക് ആൾക്കാർ കമ്പനി ഉദ്ദേശിക്കുന്ന പേര് തന്നെ വാഹനത്തിന് വിളിച്ചോളും എന്നുള്ളൊരു കാര്യമുണ്ട്. ഡിസൈൻ വെച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ഒരുപാട് ധാരാളം വീഡിയോസൊക്കെ കണ്ടു കാണും. ഇപ്പോൾ ഈ AX5 എന്ന വേരിയൻറ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ടെന്ന് ഞാനൊന്ന് പറയാം. നമുക്ക് ഫ്രണ്ട് നോക്കുമ്പോൾ ആകെ ഒരു കുറവുള്ളത് ഫോഗ് ലൈറ്റ് ഇല്ലെന്നുള്ളതാണ്. ബാക്കി LED പ്രൊജക്ടർ ഹെഡ്ലാമ്പ് യൂണിറ്റും DRലും LED ടേൺ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതൊരു 700 ആ ഒരു പാറ്റേണിൽ ഇങ്ങനെ ഒരു വളരെ അഗ്രസീവായിട്ടുള്ളൊരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഗ്രില്ല് ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ള ഗ്രില്ലാണ്. അവിടെ ട്വിൻ വിങ് ലോഗോയും കുറച്ച് ക്രോം സ്ലാട്ടും കാര്യങ്ങളൊക്കെ കാണാം. എയർ ഡാമും അത്യാവശ്യം കനത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അതും ഭംഗിയായിട്ടുണ്ട്. ബോണറ്റിലോട്ടൊക്കെ വരുമ്പോഴും അത്യാവശ്യം പവർ ബൾജും കാര്യങ്ങളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വൈറ്റും ബ്ലാക്കും ഒക്കെ കാണാൻ ഒരു രക്ഷയില്ലെന്നാണ് പറയേണ്ടത്. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിൽ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ നമുക്ക് കാണാം 300 ആയിട്ട് കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. ഫ്രണ്ടിലാണ് പ്രധാന മാറ്റം സംഭവിച്ചിരിക്കുന്നത്. റിയറിലും കാര്യമായിട്ടുള്ള മാറ്റമുണ്ട്. എങ്കിൽ കൂടി സൈഡ് പ്രൊഫൈൽ മുമ്പുള്ള 3XO എങ്ങനെയല്ല 300 എങ്ങനെ കണ്ടോ അതേ സെയിം രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ള. ഈ ഒരു ക്വാർട്ടർ പാനലിലൂടെ അത്യാവശ്യം നല്ല ബൾജിങ്ങും ആ ഒരു കട്ടിങ് ഇവിടെ ആ ലൈൻ കട്ടായി ഇവിടുന്ന് ആ ക്യാരക്ടർ ലൈൻ ആരംഭിച്ച് വശങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണാം. പിന്നെ ഒരു SUV വാഹനം ആയതുകൊണ്ട് തന്നെ ചുറ്റും ബോഡി ഗ്ലാഡിങ്ങും അത്യാവശ്യം മികച്ച ഗ്രൗണ്ട് ക്ലിയറൻസും അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ ഈ ഒരു AX5 എന്ന 5ാമത്തെ വേരിയൻറ്റിൽ തന്നെ ഡ്യുവൽ ടോൺ അലോയ് വീൽ ഫുൾ ഓപ്ഷനിൽ കാണുന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടയർ സൈസ് കൃത്യമായി പറയുകയാണെങ്കിൽ 205, 65, 16 ഇഞ്ച് ടയർ സൈസാണ് കൊടുത്തിട്ടുണ്ട്. 4 വീലിലും ഡിസ്ക് ബ്രേക്കും കമ്പനി നൽകിയിട്ടുണ്ട്. അതും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ സൈഡ് പ്രൊഫൈൽ മിറർ നോക്കാൻ നേരത്തെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് മിറർ ഇൻ്റഗ്രേറ്റ് ഉള്ളത്. അവിടെ ഒരു ടേൺ ഇൻഡിക്കേറ്ററും പ്ലേസ് ചെയ്തിട്ടുണ്ട്. റൂഫ് റെയിലും പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. A പില്ലറും ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, B പില്ലറും ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, C പില്ലറിലും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം മികച്ച ഗ്ലാസ് ഏരിയയും. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്കറിയാം ഷോൾഡർ സ്പേസ് ഇൻറ്റീരിയറിൽ കയറിയിരിക്കുമ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ള വളരെ നാരോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ ഒരു 3XO അല്ലെ 300 ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ ഏറ്റവും വൈഡറായിട്ടുള്ള വാഹനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻറ്റീരിയറിൽ ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും. വീൽ ബേസും അത്യാവശ്യമുണ്ട്. ബൂട്ട് സ്പേസിലാണ് ഇവിടെ ചെറിയൊരു കുറവ് സംഭവിച്ചിരിക്കുന്നത്. എങ്കിലും അതിലും ചെറിയൊരു പരിഹാരം മഹീന്ദ്ര കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി റിയർ സൈഡും ബൂട്ട് സ്പേസും ഒന്ന് നോക്കാം. റിയർ സൈഡ് കാണുമ്പോൾ കാണാം ഒരു കണക്റ്റിംഗ് ടെയിൽ ലാമ്പ് യൂണിറ്റാണ് ഇവിടെ ഏറ്റവും പുതിയ പ്രത്യേകതയായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പം മിക്ക കോമ്പാക്ട് SUV അല്ല മിഡ് സൈസ് SUV നമ്മൾ കണ്ടുവരുന്നൊരു ഡിസൈൻ തീം തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പം മറ്റൊരു ബ്രാൻഡിൻ്റെ ഇതേ ഷേപ്പിലുള്ള ഇതേ ബാക്ക് ഡിസൈൻ നിങ്ങൾക്ക് ഓർമ്മ വന്ന് കാണും. ഞാൻ പറയേണ്ട കാര്യമില്ല, എഴുതി ഒട്ടിച്ച പോലെ തന്നെ. ആ ബ്രാൻഡിങ്ങിൽ മാത്രമേ വ്യത്യാസം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തുള്ളൂ. SUV 3XO ട്വിൻ വിങ് ലോഗോയും കൊടുത്തിട്ടുണ്ട്. കണക്റ്റിംഗ് ടെയിൽ ലാമ്പ് യൂണിറ്റാണ്, പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ, ഡീഫോഗർ, ബാക്ക് വൈപ്പർ, ഷാർഫിൻ്റെ ആൻറ്റിന അല്ല എലിവാല് പോലെ നിൽക്കുന്ന ആൻറ്റിനയാണ്. ഞാനൊരു ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കൊള്ളാം, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു 5ാമത്തെ വേരിയൻറ്റിലാണെങ്കിൽ കൂടി. അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ്, ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ആണ്. ലഗേജൊക്കെ കാര്യൻ ഇത്രയും സ്പേസ് മതി. എന്നാലും 2-3 ട്രോളി ബാഗും ലാപ്ടോപ്പ് ബാഗൊക്കെ വെക്കാൻ അത്രയും സ്പേഷ്യസ് ആണ്. ഇനി അത് പോകും അല്ലെങ്കിൽ നമുക്ക് 60-40 ആയിട്ട് ഫോൾഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും മഹീന്ദ്ര നൽകിയിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ റിയർ സൈഡിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ബമ്പറും അത്യാവശ്യം കനത്ത ബമ്പറാണ്. അവിടെ നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക് എലമെൻസും കാര്യങ്ങളൊക്കെ കാണാം. റിഫ്ലക്ടർ യൂണിറ്റും എല്ലാം കമ്പനി നീറ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്റീരിയർ പോയിട്ട് അവിടെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ഏറ്റവും പുതിയ 3XOയുടെ AX5 എന്ന വേരിയൻറ്റിലെ ഇൻറ്റീരിയറാണ്. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ സൺറൂഫ് ഉൾപ്പെടെയുള്ള ഒരു സിംഗിൾ പ്ലെയിൻ സൺറൂഫാണ്. ടോപ്പനിലോട്ട് പോകുമ്പോൾ അതൊരു പനോരമിക്കലും 3 റൂഫ് കിട്ടും. ഇത് ഒരു സിംഗിൾ പ്ലെയിൻ ആണെങ്കിൽ കൂടി
ബേസിക്കലി സൺറൂഫിൻ്റെ ഒരു യൂസ് വരാത്ത സ്ഥിതിക്ക് പേരിനൊരു സൺറൂഫ് മതിയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേരിയൻ്റ് ആയിരിക്കും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വേരിയൻറ്റ്. ഇതിൽ തന്നെ എല്ലാ എഞ്ചിൻ ഓപ്ഷൻസും ട്രാൻസിഷൻ ഓപ്ഷൻസും എല്ലാം കിട്ടും. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഡ്യുവൽ ടോൺ ക്ലൈമറ്റ് കൺട്രോൾ, 10.5 ഇഞ്ചിൻ്റെ അതിഗംഭീരമായിട്ടുള്ളൊരു മ്യൂസിക് സിസ്റ്റം, അതിൻ്റെ ടച്ച് റെസ്പോൺസ് ഒക്കെ ആയാലും ഒരു രക്ഷയില്ല. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു ഡീസൻറ്റ് ക്വാളിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. AX5 ലക്ഷറി എന്ന വേരിയൻറ്റിലോട്ട് പോകാൻ നേരത്തെ നിങ്ങൾക്ക് 360 ഡിഗ്രി ക്യാമറയും അഡീഷണൽ ആയിട്ട് കിട്ടുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഒരു ഫാബ്രിക് സീറ്റാണ് കൊടുത്തിട്ടുള്ളത്, ഒരു ജീൻസ് മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്, ഒരു ബ്ലാക്ക് ഫിനിഷും ഒരു ഗ്രേ ഫിനിഷും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ 300 കണ്ട പോലെ തന്നെ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. തൊട്ട് താഴെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും കമ്പനി കൊടുത്തിട്ടുള്ളതായിട്ട് കാണാം. പിന്നെ സൺഗ്ലാസ് ഹോൾഡർ, സൺവൈസർ, അവിടെ മിറർ, ലൈറ്റും എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വേരിയൻ്റാണ് എനിക്ക് വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നുന്നത്. കാരണം ഒരു ഫുൾ ഓപ്ഷൻ ഫീച്ചർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഫീച്ചർ ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ്. പിന്നെ മഹീന്ദ്രയുടെ ഒരു പ്രത്യേകതയാണ്, മഹീന്ദ്ര SUV മാത്രം ബിൽഡ് ചെയ്യുന്നൊരു ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു SUV ഇറക്കുമ്പോൾ പോലും അവർ ആ ഒരു കമാൻഡിങ് സീറ്റിംഗ് പൊസിഷൻ മാനുവലി നമുക്ക് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ ഈ വേരിയൻറ്റ് കൊടുത്തിട്ടുണ്ട്. ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള സ്റ്റിയറിംഗ് വീലും കൊടുത്തിട്ടുണ്ട്. ടോപ്പ് ആൻഡിലോട്ട് പോകുമ്പോൾ ടെലസ്കോപ്പിക്കും കാണും. അത്യാവശ്യം പവർ ബൾജും കാര്യങ്ങളൊക്കെ ബോണറ്റിലുള്ളതും ആ ബോണറ്റ് വ്യൂവും നമുക്ക് ഇവിടെ നിന്ന് കാണാം. അതുകൊണ്ട് തന്നെ ഒരു SUV ഓടിക്കുന്ന ഫീല് തീർച്ചയായിട്ടും ലഭിക്കും. ഹാൻഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ സ്റ്റോറേജ് സ്പേസ്, 2 കപ്പ് ഹോൾഡർ, വയർലെസ് ചാർജിങ്ങും ഈ ഒരു വേരിയൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതും ഒരു കിട്ടില്ല ഫീച്ചറാണ്. ഇതാണ് വാഹനത്തിൻ്റെ കീ വരുന്നത്. കീല സെൻറ്ററിങ് കാര്യങ്ങളൊക്കെയാണ്. ഗ്ലൗ ബോക്സും അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഗ്ലൗ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതും കൊള്ളാം, മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. ഫീച്ചർ ലോഡാണ്, ഒന്നും ഒരു കുറ്റോ കുറവോ ഒന്നും പറയാനില്ല. ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, വോളിയം കൺട്രോൾസ്, ഫുള്ളി ഡിജിറ്റലായിട്ടുള്ളൊരു മീറ്റർ കൺസോൾ വരുന്നുണ്ട്. അതുമൊക്കെ ഭംഗിയായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇലക്ട്രിക്കൽ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും 4 ഡോർ പവർ വിൻഡോ എല്ലാ കാര്യങ്ങളും കമ്പനി ഈ ഒരു പ്ലേസിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു അടിപൊളി ഇൻറ്റീരിയർ ആണെന്ന് പറയേണ്ടത്, അല്ലെ ഫീച്ചർ ലോഡാണെന്നാണ് പറയേണ്ടത്. എല്ലാ വേരിയൻസിലും എനിക്ക് തോന്നുന്നു SRS എയർ ബാഗ്, 6 എയർ ബാഗ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കമ്പനി. അതും കൊള്ളാം. സേഫ്റ്റിയുടെ കാര്യത്തിലും ഒട്ടും കോംപ്രമൈസ് ഇല്ല. റിയർ സൈഡിലോട്ട് പ്രവേശിക്കുമ്പോൾ എനിക്ക് പ്രധാനമായിട്ടും തോന്നിയത് ഒരു മിഡ് സൈസ് SUV ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരു കോമ്പാക്ട് SUV എന്ന് പറയുമ്പോൾ അതിൻ്റെ റിയർ സൈഡിൽ കയറിയിരിക്കുമ്പോൾ നമുക്ക് വളരെ കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ഇങ്ങനെ ഒന്ന് ഇരുന്നിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് തൊട്ടടുത്ത ഡോർ പാഡ് കയ്യെത്താവുന്ന അത്രയും വിട്ടേ നമുക്ക് അകത്ത് ഫീൽ ചെയ്യത്തുള്ളൂ. പക്ഷേ ഇത് കുറച്ചുകൂടി വൈഡറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു മിഡ് സൈസ് SUV കയറിയിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ആ സ്പേസ് തന്നെയാണ്, ഇത്രയും വിട്ടാണ് എനിക്ക് മെയിനായിട്ടും തോന്നിയത്. തൈ സപ്പോർട്ട് കുറച്ച് കുറവാണെങ്കിലും തരക്കേടില്ല. 3 പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി 2 പേരെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഹാൻഡ് റെസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 കപ്പ് ഹോൾഡർ, സുഖപ്രദമായിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷൻ, അത്യാവശ്യം നല്ല തീരെ താന്ന വിൻഡോ ലൈനായതുകൊണ്ട് നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിയർ AC വെന്റ്, ചാർജിങ് സോക്കറ്റ്, ഒരു Type-C ചാർജിങ് പോർട്ട്, ഒരു ഫോൺ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ്. പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും മാപ്പും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സ്പേസ് അവിടെയും കൊടുത്തിട്ടുണ്ട്. അതും കൊള്ളാം. ഇവിടെ നമുക്ക് ഹാലോജൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതും കൊള്ളാം. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതും ഇപ്പം മിക്ക വാഹനത്തിലും കാണാത്തൊരു സംഭവമാണ്. അതും കമ്പനി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യവും വിട്ടുപോയിട്ടില്ല. എല്ലാം ഒത്തിണങ്ങിയ ഒരു വാഹനം എന്നാണ് 3XOയെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് വേണ്ടി എഞ്ചിൻ റൂം തുറന്നു കണ്ടിട്ട് എഞ്ചിൻ സ്പെക്കും കൂടി എന്ന് പറഞ്ഞിട്ട് നേരെ ഡ്രൈവിലോട്ട് കിടക്കാം. ഏറ്റവും ഹെവി ആയിട്ടുള്ള ഹുഡാണ്. കാരണം 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഒക്കെ ഗ്ലോബലി കിട്ടിയ ഒരു മോഡലാണ്. അപ്പോൾ നമുക്ക് എഞ്ചിൻ റൂം ഒന്ന് കാണാം. ഒരു 1.5 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്. നിങ്ങൾ ഒരു 3XO എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എടുക്കേണ്ട എഞ്ചിൻ ഓപ്ഷൻ ഇതാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഹൈ ടോർക്ക് ഡീസൽ എഞ്ചിനാണ്. ഒരു രക്ഷയില്ലാത്ത റിഫൈൻമെൻറ്റും അങ്ങേയറ്റം ഫ്യൂൽ എഫിഷ്യൻ്റായ ഒരു കിടിലൻ എഞ്ചിനാണെന്നാണ് പറയുന്നത്. ഇത് കൂടാതെ തന്നെ നിങ്ങൾ പെർഫോമൻസ് ആണ് കൂടുതൽ നിങ്ങളുടെ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.2 ലിറ്റർ ടെർബോ ചാർജ്ഡ് TGDI എഞ്ചിൻ നിങ്ങൾക്ക് കമ്പനി തരും. ഇത് നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി ആയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കാര്യമായിട്ടുള്ള ഓട്ടോ അല്ലെങ്കിൽ അധികം പെർഫോമൻസോ മൈലേജോ ഒന്നും നിങ്ങൾ നോക്കുന്നില്ലെങ്കിൽ MPFI എഞ്ചിനും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. AX5 ആണ് MPFI എഞ്ചിൻ്റെ ഫുൾ ഓപ്ഷൻ. ഈ ഒരു വേരിയൻറ്റ് മുതലാണ് നിങ്ങൾക്ക് ഡീസലും അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെർബോ പെട്രോൾ എഞ്ചിനും ഒക്കെ കമ്പനി നൽകിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അത്യാവശ്യം ഓട്ടോകൾ തീർച്ചയായിട്ടും ഡീസൽ എഞ്ചിനിലോട്ട് പോകാനേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡ്രൈവിലോട്ട് കിടക്കാം. XUV 3XO ഡീസൽ വേർഷൻ നമ്മളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാൻ പോവാണ്. നമുക്ക് ആദ്യം തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യാം. ഗിയർ ലിവറിലൊന്നും യാതൊരു രീതിയിലുള്ള വൈബ്രേഷനോ കാര്യങ്ങളൊന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ സ്റ്റിയറിംഗ് വീലൊക്കെ നിങ്ങൾ നോക്കിയാൽ ഒരു വിരൽ കൊണ്ട് തിരിക്കാം, അത്രയും ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ക്ലച്ച് ആണെങ്കിലും ആ ഒരു 300 എണ്ണം ടോർക്കിലോട്ട് വാഹനമായതുകൊണ്ട് ആ ഒരു ചാട്ടം നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ഇനിഷ്യൽ പിക്കപ്പ് കാല് കൊടുത്താലും നിങ്ങൾ നോക്കി ഫസ്റ്റ് ആയിട്ട് അത്യാവശ്യം റവ് ചെയ്ത് ഓടിക്കാനും നല്ല പെർഫോമൻസ് ഉള്ള ഒരു വാഹനമായിട്ടാണ് ഫീൽ ചെയ്തത്. ഫസ്റ്റ് ഗിയറിൽ തന്നെ നമുക്ക് ആ ഒരു പിക്കപ്പ് ഫീൽ ചെയ്യും. വാഹനത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് എന്താണെന്നുള്ളത് വിളിച്ചോതുന്ന രീതിയിലാണ് വാഹനം ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ക്ലിക്കായിട്ടുള്ള ഗിയർ ഷിഫ്റ്റ് നിങ്ങളൊന്ന് നോക്കി,
പട്ടപ്പട്ടയെന്ന് പറഞ്ഞാണ് ഗിയർ വീഴുന്നത്. പെറുക്കിയിട്ട പോലെയാണ് വീഴുന്നത്. ഇതൊരു 6 സ്പീഡ് വാഹനം ആയതുകൊണ്ട് തന്നെ റിവേഴ്സ് മേലോട്ടാണ്. റിവേഴ്സ് ക്യാമറ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്. ഈ ഒരു AX5 മതി, ധാരാളമാണ്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കമ്പനി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഡീസൽ വെർഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എനിക്ക് പേഴ്സണലി അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുമെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഒരു ടോർക്കും പവറും മൊത്തത്തിൽ കൊള്ളാം. ഒരു രസമുണ്ട് വണ്ടി ഓടിക്കാനായിട്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കമാൻഡിങ് സീറ്റിംഗ് പൊസിഷനാണ്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റിയാണ്. ഒരു SUV ഓടിക്കുന്നൊരു ഫീൽ തീർച്ചയായിട്ടും ലഭിക്കും. പ്രത്യേകിച്ച് മഹീന്ദ്ര SUV ഉണ്ടാക്കാൻ മഹീന്ദ്രയെ പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ. അത്യാവശ്യം നല്ല പവർ, ഒരു ഫീഡ്ബാക്ക് സ്റ്റിയറിംഗിന്റെ ഭാഗത്തു നിന്നായാലും അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്. സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷനാണ് ഏതൊരു SUV പോലെ തന്നെ, എങ്കിലും മൊത്തത്തിലും കൊള്ളാം. ഒരു രസമുണ്ട് വണ്ടി ഓടിക്കാനായിട്ട്. മാനുവറബിലിറ്റി ആണെങ്കിലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഒടിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കൊള്ളാം. എന്തായാലും ഈ ഒരു സെഗ്മെന്റിൽ ഇവൻ ലീഡ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഡീസൽ എഞ്ചിനൊക്കെ കുറഞ്ഞു വരുവാണ്. അത് മാത്രമല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഇതിന്റെ പ്രധാന കോമ്പറ്റീറ്റർ ആയിട്ടുള്ള മറ്റൊരു ഇന്ത്യൻ ബ്രാൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും അതിനേക്കാൾ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷും ആ ഒരു ക്വാളിറ്റിയും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഇതാണ്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഇനിയിപ്പം ലീഡ് ചെയ്യാൻ പോകുന്ന ഇവൻ തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ആൾക്കാർക്കൊക്കെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു മുതൽ തന്നെയാണ് 3XO. കാരണം എല്ലാം ഉണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ലുക്ക് ഉണ്ട്, പെർഫോമൻസ് ഉണ്ട്, ധാരാളം എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട്. പ്രൈസ് റേഞ്ച് ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്ന 9 ലക്ഷം രൂപ മുതൽ ഏകദേശം 17 ലക്ഷം രൂപ വരെയൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച്. വിവിധ വേരിയൻസിൽ വിവിധ എഞ്ചിൻ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് മൊത്തത്തിൽ കൊള്ളാം. ഒരു കുറ്റമോ കുറവില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ സൽഗുണ സമ്പന്നമായിട്ടുള്ളൊരു മോഡലാണ് മഹീന്ദ്ര 3XO. അപ്പോൾ അത്രേ ഉള്ളൂ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കളും നന്ദി, നമസ്കാരം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ വാഹനം അല്ലെങ്കിൽ മഹീന്ദ്ര വെഹിക്കിൾസ് ഏതെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ വയലാട്ട് മോട്ടോഴ്സിൻ്റെയൊക്കെ അടുത്തുള്ളവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിലോട്ട് പോകാൻ ആണ് എളുപ്പമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോറൂമിലോട്ട് ചെല്ലാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ മഹീന്ദ്ര വെഹിക്കിൾസിനൊക്കെ പൊതുവേ വെയിറ്റിംഗ് പീരീഡ് കൂടുതലാണെന്നുള്ളൊരു പരാതിയുണ്ട്. പക്ഷേ ഇവർക്ക് അത്യാവശ്യം സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വാഹനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.